അൾട്രാ അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഡബിൾ പവർ അൾട്രാ അഗ്രസീവ്. അതാണ് എസ് ആർ എച്ചിനെ കുറിച്ച് പറയേണ്ടത്. കഴിഞ്ഞ IPLലും അവർ അത്തരത്തിലാണ് കളിച്ചിരുന്നത്. IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്കോർ അവർ കഴിഞ്ഞ തവണ അടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ടീമിൻ്റെ കോർ അതുപോലെ തന്നെ നിലനിർത്തിയാണ് ഇത്തവണയും വരുന്നത്. കാരണം ട്രാവിസ് ഹെഡ് ഉണ്ട്, അഭിഷേക് ശർമ്മയുണ്ട്, നിതീഷ് കുമാർ റെഡ്ഡിയുണ്ട്, ഹെൻറി ക്ലാസനുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഇഷാൻ കിഷനെ കൂടി കൊണ്ടുവന്നാലോ? ഇഷാൻ കിഷൻ ആണെങ്കിൽ ഇപ്പോൾ പ്രാക്ടീസ് മത്സരങ്ങളിലൊക്കെ അടിച്ചു പറത്തുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അൾട്രാ അഗ്രസീവാണ്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 250ഉം 300-നടുത്തുള്ള സ്കോറുകളും ഒക്കെ ഇത്തവണയും അവർ നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. അപ്രോച്ചിൽ ഒരു മാറ്റവുമില്ലാതെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് വരുന്നത്. അവർക്കൊരു പ്രത്യേകതയുമുണ്ട്. ലോക ചാമ്പ്യനായ നായകനാണ് അവരെ നയിക്കുന്നത്. IPLൽ മറ്റെല്ലാ ടീമുകളെയും നയിക്കുന്നത് ഇന്ത്യൻ ക്യാപ്റ്റന്മാരാണെങ്കിൽ അവരെ നയിക്കുന്നത് പാറ്റ് കമിൻസ് ആണ്. അവരുടെ ടീം നോക്കുമ്പോൾ ബാറ്റിംഗ് മാത്രമല്ലെന്നേ, ബൗളിങ്ങിലും അവർ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവരുടെ ഭുവനേശ്വർ കുമാറിനെ അടക്കം അവർ ഒഴിവാക്കിയിട്ട് പകരം മുഹമ്മദ് ഷാമിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹർഷൽ പട്ടേലുണ്ട്, പിന്നെ പാറ്റ് കമിൻസ് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. സ്പിൻ ബൗളിങ്ങിന് ഇപ്പോൾ രാഹുൽ ചാഹറുണ്ട്, ആദം സാംബയുണ്ട്. സോ മികച്ചൊരു ടീമിനെ തന്നെ അവർ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം. ചെറിയ ചില പ്രശ്നങ്ങളുള്ളത് അവരുടെ ഇന്ത്യൻ ബാറ്റിംഗ് ആണ്. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ കഴിഞ്ഞാലുള്ള ഡൊമസ്റ്റിക് ഇന്ത്യൻ ബാറ്റർമാരെ ഉപയോഗപ്പെടുത്തുന്നതിലായിരിക്കാം ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എറേസ് ചെയ്യാൻ സാധ്യത. ഏതായാലും അവരുടെ 11 നോക്കുക നിങ്ങൾ. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറി ക്ലാസൻ. വല്ലാത്തൊരു ടോപ്പ് 5 ആണ്. നമ്പർ 6 അനികേത് വർമ്മയെ പ്രതീക്ഷിക്കുന്നു. പിന്നെ അഭിനവ് മനോഹർ. പാറ്റ് കമിൻസ് നമ്പർ 8, ഹർഷൽ പട്ടേൽ നമ്പർ 9, രാഹുൽ ചാഹർ നമ്പർ 10, മുഹമ്മദ് ഷാമി നമ്പർ 11. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ആദം സാംബയെ അവർ ഇമ്പാക്റ്റ് പ്ലെയറായിട്ടും ഉപയോഗപ്പെടുത്തിയേക്കും. സോ ഈ തവണയും അൾട്രാ അഗ്രസീവ് തന്നെയാണ്. ഓറഞ്ച് പടയാളികളെ നെഞ്ചിലകത്ത് കുടിയിരുത്തിയാൽ നഷ്ടപ്പെടില്ല, വെടിക്കെട്ട് പൂരം കാണാൻ കഴിയും.